ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് MSME മിനിസ്ട്രി എൻ്റർപ്രണേഴ്സിന് വേണ്ടി നൽകുന്ന, പ്രത്യേകിച്ച് മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രണേഴ്സിന് വേണ്ടി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു സ്കീം, ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീമായിട്ടുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ MSMEs, ദാറ്റ് ഈസ് CGTMSE എന്നാണ് അതിന് പറയുന്നത്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം അല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് വിഭാഗത്തിൽ വരുന്ന മൈക്രോ യൂണിറ്റുകൾക്കും സ്മോൾ യൂണിറ്റുകൾക്കും MSME മിനിസ്ട്രിയുടെ കീഴിൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ അവരുടെ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്ന ഒരു സ്കീമാണത്. ക്ലിയർ? നമുക്കറിയാം, പലപ്പോഴും എൻ്റർപ്രണേഴ്സ് നേടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവർക്കൊരു ഐഡിയ ഉണ്ടാവും, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നല്ലൊരു ഐഡിയ ഉണ്ടാവും. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വർക്കബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വയബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും ഫിനാൻസിൻ്റെ ഒരു പ്രോബ്ലം അവർ നേരിടുന്നുണ്ട് അല്ലേ. ഇനി വലിയൊരു ഫിനാൻസ്, കുറേ ഒരു എമൗണ്ട് വേണം, സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല, ഏതെങ്കിലും ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ കടം എടുക്കുന്നതിന് വേണ്ടി സമീപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെന്ത് ചെയ്യും? സെക്യൂരിറ്റി ചോദിക്കും അല്ലേ, ഈട് ചോദിക്കും, കൊലാട്രൽ ചോദിക്കും. ക്ലിയർ? ഇതിന് വേണ്ടിയിട്ട് വസ്തുക്കൾ പണയപ്പെടുത്താൻ വേണ്ടി ചോദിക്കും. അങ്ങനെ എന്തെങ്കിലും സെക്യൂരിറ്റീസ് ഓഫർ ചെയ്താൽ മാത്രമേ, മോർഗേജ് ചെയ്താൽ മാത്രമേ, പണയപ്പെടുത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മിക്കവാറും കേസസിലും ലോണുകൾ നൽകാറുള്ളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും പല ആളുകൾക്കും, പല എൻ്റർപ്രണേഴ്സിനും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ, അത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്തരത്തിലുള്ള അസറ്റ്സോ പ്രോപ്പർട്ടീസോ ലാൻഡോ ബിൽഡിങ്ങോ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് അവരുടെ ഐഡിയ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി തോന്നുന്ന ഒരു ഐഡിയ ആണെങ്കിൽ പോലും, വർക്കബിൾ ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണെങ്കിൽ പോലും, വളരെയധികം ആളുകൾക്ക് തൊഴിൽ നൽകാൻ പറ്റുന്ന ഒരു സംരംഭമാണെങ്കിൽ പോലും ആ ഐഡിയ നടപ്പിലാക്കാൻ പറ്റാതെ വരും. സെൻട്രൽ ഗവൺമെൻറ്റിന് ഇത് മുഴുവൻ നൽകാൻ പറ്റുമോ? അതും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എന്താണ് ഇതിനൊരു ആൾട്ടർനേറ്റീവ് അല്ലേ. പലപ്പോഴും ബാങ്കുകളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ കടം നൽകുന്നതിന് പറയുന്ന റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ കൊലാട്രൽസ് വേണമെന്നാണ്. ഇനി കൊലാട്രൽസ് കൊടുക്കാൻ പറ്റാത്ത ഒരു കേസാണെങ്കിൽ, ഈട് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ അതിനെന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചിന്താഗതിയായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു കേസ് കൊണ്ടുവന്നത്. ഒരു തേർഡ് പാർട്ടി അഷ്വറൻസ് കൊടുക്കുകയാണെങ്കിൽ, ഒരു തേർഡ് പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുകയാണെങ്കിൽ, മൂന്നാമതൊരു വ്യക്തി അല്ലേ, ബാങ്കിനും കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ലോൺ എടുക്കുന്ന എൻ്റർപ്രണർക്കും ഇടയിൽ ഒരു മൂന്നാമതൊരു വ്യക്തിയായിട്ട് നിന്നിട്ട് ഒരാൾ പറയുകയാണ് അല്ലേ, ഈ എൻ്റർപ്രണർ ഈ പൈസ അടയ്ക്കുന്നില്ല എങ്കിൽ, ഡീഫാൾട്ട് വരുത്തുകയാണെങ്കിൽ അതിന് ഗ്യാരണ്ടി ഞാൻ തരാം എന്ന് പറയുകയാണെങ്കിൽ ബാങ്കുകൾ എന്ത് ചെയ്യും? ഒരു പക്ഷേ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ബാങ്കുകളുമായി നടത്തപ്പെട്ടുള്ള ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ബാങ്കുകൾ ഇത് ഓഫർ ചെയ്യാൻ വേണ്ടി ലോണുകൾ നൽകുന്നതിന് വേണ്ടി തയ്യാറായിരുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൻ്റെ ഒരു പ്രൈമറി ഏജൻസി ആയിട്ടുള്ള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലേ നിലനിൽക്കുന്ന ഒരു അപെക്സ് ബോഡി ആയിട്ടുള്ള സിഡ്ബി അല്ലേ, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ എന്തിനെക്കുറിച്ച് ഡിവൈസ് ചെയ്തു? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ബാങ്കുകളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ MSME യൂണിറ്റുകൾക്ക് നൽകുന്ന ലോണുകൾക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകാം. ക്ലിയർ? അപ്പം അങ്ങനെ നൽകുമ്പോൾ അവർക്ക് ലോണ് കിട്ടും, അവരുടെ ഐഡിയ നടപ്പിലാക്കാൻ പറ്റും. ക്ലിയർ? അതുവഴി നമുക്ക് ബിസിനസ് കൊണ്ടുപോകുന്നതിന്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനൊക്കെ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓസ്പീഷ്യസിൽ ഒരു സ്കീം കൊണ്ടുവന്നതാണ് CGTMSEs. ക്ലിയർ? ദ CGTMSE ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ്, ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ആ ട്രസ്റ്റിലേക്ക് സിഡ്ബിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നിശ്ചിത തുക വീതം 4:1 ആണ് അതിൻ്റെ റേഷ്യോ. ക്ലിയർ? സെൻട്രൽ ഗവൺമെൻറ് 4% വരിക്കുമ്പോൾ സിഡ്ബി 1%. ഈ രീതിയിൽ എന്ത് ചെയ്തു? കോൺട്രിബ്യൂട്ടഡ് കോർപ്പസ് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. ക്ലിയർ? ഈ ട്രസ്റ്റിനാണ് അത് കൈമാറിയിരിക്കുന്നത്. ഈ ട്രസ്റ്റ് എന്ത് ചെയ്യുന്നു? MSME യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ലോണുകൾ ഒരു ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലോണുകളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു? ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? ഈസി ആയിട്ട് ലോണുകൾ നൽകാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി രൂപീകരിച്ചതാണ് ഒരു ട്രസ്റ്റാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ്. ക്ലിയർ? അപ്പോൾ അതനുസരിച്ച് മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിനാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ടാണ് MSE. ക്ലിയർ? നോട്ട് ഓൾ MSMEs. മീഡിയം സ്കെയിൽ എൻ്റർപ്രൈസസ് നമുക്കറിയാം വലിയ തരത്തിലുള്ള ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയത്ത് മൈക്രോ ആയിട്ടോ സ്മോളോ ആയിട്ടോ ചെയ്യുന്ന
മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള സ്കീമായിട്ടാണ് ഇതിനെ ഡിവൈസ് ചെയ്തിരിക്കുന്നത്. So what is credit guarantee CGTMSE? So credit guarantee trust fund for micro and small enterprises is a trust launched by Ministry of Micro and Small Medium Enterprises, MSME Ministry, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി അതിൻ്റെ അല്ലേ വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന MSME മിനിസ്ട്രിയും അതുപോലെ തന്നെ സിഡ്ബിയും സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇത് രൂപീകരിച്ചു. സോ സ്കീം വാസ് ലോഞ്ച് ഇൻ ദ ഇയർ 2000, 2000 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ടു give credit guarantee to financial institution to provide loans to SME sector. Clear? MSC sector. And then MSC micro and small sectors. So it aims to encourage entrepreneurs to take clear collateral free loans. Clear? Collaterals illada thanne ഈടൊന്നും നൽകാതെ തന്നെ ക്ലിയർ ലോൺ എടുക്കാൻ അവർക്ക് ഇതുവഴി എനേബിൾ ചെയ്യുന്നു. ക്ലിയർ? ഫോർ സ്റ്റാർട്ടിംഗ് ദെയർ എന്റർപ്രൈസസ് വിത്തൗട്ട് എനി ക്ലിയർ ഫിയർ ഓഫ് ഡീഫോൾട്ടിങ്. അവർക്ക് ഡീഫോൾട്ടിങ്ങിനുള്ള ഫിയർ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് സ്റ്റാർട്ട്. അതുപോലെ തന്നെ ബാങ്കുകൾക്കും ഡീഫോൾട്ട് വരുത്തുന്നുള്ള ഒരു ഫിയർ ഇല്ലാതെ തന്നെ ലോൺ നൽകുന്നതിനും ഇത് വഴിതെളിക്കുന്നു. ചില ലിമിറ്റൊക്കെ അതിന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? അതിൻ്റെ റേഷ്യോ ആണ് 4:1. ക്ലിയർ? സെൻട്രൽ ഗവൺമെൻറ് 4 വയ്ക്കുമ്പോൾ സിഡ്ബി 1. ക്ലിയർ? അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റും സിഡ്ബിയും തമ്മിലുള്ള റേഷ്യോ ആണ്. ക്ലിയർ? അപ്പോൾ ഏകദേശം 2500 കോടി അധികം വരുന്ന കോൺട്രിബ്യൂഷൻ അവരുടെ ഉണ്ടെന്ന് 2016 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ക്ലിയർ? സോ എലിജിബിൾ ക്രെഡിറ്റ് ഫെസിലിറ്റി. ക്ലിയർ? മൈക്രോ എൻ്റർപ്രൈസസ് ആണെങ്കിൽ 85% വരെ ഉള്ള ലോണുകൾക്ക് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. ക്ലിയർ? ഡീഫോൾട്ട് വരുത്തുന്ന എമൗണ്ടിൻ്റെ 85% ഓർ അപ് ടു സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 5 lakh rupee, 5 ലക്ഷം രൂപ വരെയുള്ള ക്ലിയർ ഡീഫോൾട്ടിന്. നേരത്തെ ഇതിനെ സാങ്ഷൻ ചെയ്ത ലോൺ എന്നായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഇറ്റ് ഹാസ് ബീൻ അമെൻഡഡ് ടു ഡീഫോൾട്ടിങ് എമൗണ്ട്. ക്ലിയർ? ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്ന ഡീഫോൾട്ടിങ് എമൗണ്ടിൻ്റെ 85%, പരമാവധി 5 ലക്ഷം രൂപ വരെ അവർക്ക് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലാണ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ സോ അതുപോലെ തന്നെ 80% ഓഫ് ദ എമൗണ്ട് ഓഫ് ലോൺ അപ് ടു, അതുപോലെ തന്നെ സ്മോൾ എൻ്റർപ്രൈസസ് ഒക്കെ ആണെങ്കിൽ 50 ലക്ഷം രൂപ വരെയുള്ള. ക്ലിയർ? സ്മോൾ എൻ്റർപ്രൈസസിനും അതുപോലെ തന്നെ അങ്ങനെയുള്ള എൻ്റർപ്രൈസസിനൊക്കെ 50 ലക്ഷം രൂപ വരെയുള്ള കേസസിൽ എന്ത് നടക്കുന്നു? 80%, 50 ലക്ഷം രൂപ വരെ സാങ്ഷൻ ചെയ്ത ലോണുകൾക്ക് 80% ഓഫ് ദി ക്രെഡിറ്റ് ഗ്യാരണ്ടി ക്ലിയർ കൊടുക്കുന്നുണ്ട്. വുമൺ എൻ്റർപ്രണേഴ്സോ അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് കാറ്റഗറീസ് ഓഫ് എൻ്റർപ്രണേഴ്സിനൊക്കെ ആണ് ഇത് കൊടുക്കുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് റീജിയനിലൊക്കെ വരുന്നതാണെങ്കിൽ 40 lakhs rupees വരെയാണ് ഇതിൻ്റെ മാക്സിമം. ക്ലിയർ? ഇതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഈ സാങ്ഷൻഡ് എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് എന്നതിന് പകരം ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയൊക്കെ ഒറ്റ കാറ്റഗറിയായി ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ടേബിളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 75% to 85% വരെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ചില കേസിൽ അത് 50% വരെയാണ്. അപ്പോൾ 50 ലക്ഷം മുതൽ 200 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ നൽകിയിട്ടുള്ള കേസസിൽ 50% വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ക്രെഡിറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ 10 lakhs to 100 lakhs rupees വരുന്ന കേസസിലും അവിടെയും എന്ത് ചെയ്യുന്നു? 50% മാത്രമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ? 2019 വരെയുള്ള എത്ര രൂപ കൊടുത്തു, അതിന് എത്ര ശതമാനം ഗ്രോത്ത് വന്നു എന്നൊക്കെ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇതെല്ലാം വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിലും കിട്ടും. ക്ലിയർ? 3168 കോടി രൂപയുടെ ലോണ് സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 58% ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ക്രെഡിറ്റ് ഗ്യാരണ്ടി approved during the financial year 2019 increased to 4 lakh. Clear? 4.3 lakhs from 2.63 lakh. Clear? പത്രത്തോളം വർധന. അതുകൊണ്ടാണ് 58% ഗ്രോത്ത് വന്നിരിക്കുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ റെക്കോർഡഡ് ആൻ ഇൻക്രീസ് ഓഫ് 66%. ഓക്കെ, 66% വർധനവ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഏതെല്ലാം എൻ്റർപ്രൈസസിനാണ് ഇത് എലിജിബിൾ? ക്ലിയർ? എല്ലാ മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസിനാണ് ഇത് എലിജിബിൾ ആയിട്ട് വരുന്നത്. ദെൻ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയും സർവീസ് ആക്ടിവിറ്റീസും കൊടുക്കുന്നുണ്ട്.
ഈ സർവീസ് ആക്ടിവിറ്റീസിൽ ഒരു ചെറിയൊരു എക്സംഷൻ നേരത്തെ കൊടുത്തുന്നു, റീറ്റെയിൽ ട്രേഡിന് പാടില്ല. പക്ഷേ ഇപ്പോൾ ഇൻക്ലൂഡിങ് റീറ്റെയിൽ ട്രേഡാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? ഇപ്പോൾ റീറ്റെയിൽ ട്രേഡിന് കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ എലിജിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്ലിയർ? അതിനെ MLIs എന്ന് പറയും, ക്ലിയർ? മെമ്പർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ വരാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. നബാർഡ് ഇതിൻ്റെ ഭാഗമാണ്. റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇതിൻ്റെ ഭാഗമാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, 133 എലിജിബിൾ ബാങ്ക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, MLIs. ക്ലിയർ? ഇവർക്കൊക്കെ ഇവരിലൂടെ നൽകപ്പെടുന്ന ലോണുകൾക്കാണ് കൊടുക്കുന്നത്. ക്ലിയർ? അതിൽ 26 പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. 12 PSU ബാങ്കേ ഉള്ളൂ ഇപ്പോൾ. എനിവേ, ദെൻ 21 പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, 73 റീജിയണൽ റൂറൽ ബാങ്ക്, 4 ഫോറിൻ ബാങ്ക്സ്. ക്ലിയർ? ഡൽഹി ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, കേരളത്തിൽ നിന്ന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി, ക്ലിയർ, ഉപയോഗിച്ച് ലോണുകൾ നൽകുന്നുണ്ട്. അതുപോലെ JNK ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ, ക്ലിയർ? അതുപോലെ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, NSIC, ദെൻ NEDFI, SIDBI, ക്ലിയർ? ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും, കവറേജുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ട്രസ്റ്റി, ക്ലിയർ? ദെൻ ടെന്യൂർ ഓഫ് ഗ്യാരണ്ടി, സാർ 5 years വരെയാണ് അതിൻ്റെ ഗ്യാരണ്ടി കൊടുക്കുന്നത്. ക്ലിയർ? ഗ്യാരണ്ടി കവർ ഈസ് 5 years or a block of 5 years. 5 വർഷം വരെയുള്ള ബ്ലോക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. ക്ലിയർ? 5 വർഷം അത് കഴിഞ്ഞ് വീണ്ടും റിന്യൂ ചെയ്യുമ്പോൾ നെക്സ്റ്റ് 5 വർഷം, അങ്ങനെ 5 yearsൻ്റെ ബ്ലോക്ക് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. For the agreed tenure, clear? And agreed tenure, for example, long term loan tenure എന്ന് പറഞ്ഞാൽ 10 years ആണെങ്കിൽ 10 years വരെയുള്ള ഗ്യാരണ്ടി ഉണ്ടാവും. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് ഒക്കെ ആണെങ്കിൽ ആദ്യം 5 years, ക്ലിയർ? അതുപോലെ തന്നെ പിന്നീട് റിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ആയിരിക്കും ഇത് കൊടുക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ ആകുമ്പോൾ ചിലപ്പോൾ 1 year 30 days 30 months അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ പീരീഡ്. ക്ലിയർ? അപ്പോൾ അതിനനുസരിച്ച് അത് കാലാവധി കഴിയുമ്പോൾ അത് കഴിയും, വീണ്ടും റിന്യൂ ചെയ്യണം. ഓക്കെ, സോ 5 yearsൻ്റെ ബ്ലോക്ക് ആയിട്ട് ഇത് ചെയ്യും. ഫീ 4, ഇതിന് ഫീസ് ഈടാക്കുന്നുണ്ട്, ചെറിയൊരു ഫീസ്, പ്രോസസ്സിങ് ഫീ. കാരണം ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി CGT MSC വഴി കിട്ടുന്ന അപ്ലിക്കേഷൻസ് ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എന്ത് ചെയ്യും, ട്രസ്റ്റിലേക്ക് അയക്കും. CGT MSCയുടെ ട്രസ്റ്റിലേക്ക് അയക്കുകയാണ് ചെയ്യുക. അവരെന്ത് ചെയ്യണം, അതിൻ്റെ മുഴുവൻ നോക്കണം. ക്ലിയർ? ആപ്ലിക്കേഷൻസ് നോക്കി സ്ക്രൂട്ടിനൈസ് ചെയ്ത് അതിൽ ബിസിനസ് മോഡൽ, പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ വെച്ചിട്ടുണ്ടോ, അതെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്ത് ഇത് വയബിൾ ആണോ നോക്കി. ക്ലിയർ? കൊളാറ്ററൽ ഇല്ലെങ്കിൽ പോലും അതിൻ്റെ വയബിലിറ്റിയും പ്രോഫിറ്റബിലിറ്റിയൊക്കെ ഉറപ്പ് വരുന്നത്. അപ്പോൾ അതൊക്കെ അനാലിസിസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി പ്രോസസ്സിങ് ഫീസായിട്ട് 1% വരെ, ക്ലിയർ, ഈടാക്കാറുണ്ട്. അത് 5 ലക്ഷം രൂപ വരെയുള്ള ലോണുകളൊക്കെ ആണെങ്കിൽ അതിൽ എത്രയുള്ളൂ, 0.75% മാത്രമേ ഈടാക്കുള്ളൂ. 100 lakhs rupees വരെയുള്ളതിന് 0.85 ഉള്ളൂ. അതിനേക്കാളും കൂടുമ്പോൾ മാത്രമേ 1% ചാർജ് ചെയ്യൂ. ക്ലിയർ? സോ ഹൗ ക്യാൻ വൺ ഓപ്റ്റ് ഫോർ ദ സ്കീം? എങ്ങനെയാണ് സ്കീമിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കേണ്ടത്? ആദ്യം ഒരു എൻ്റർപ്രനർ ചെയ്യേണ്ടത് ടു പ്രിപ്പയർ എ പ്രോപ്പർ ബിസിനസ് പ്ലാൻ, ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അതിലെന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ, സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, ഇതിനുള്ള കാര്യങ്ങളെല്ലാം കൂടെ കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുന്നു. ക്ലിയർ? അതിൽ തന്നെ ഒരു ബിസിനസ് പ്ലാനിൽ തന്നെ ബിസിനസ് മോഡൽ അവർ സജസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ? എങ്ങനെയാണ് റവന്യൂ ജനറേഷൻ, എത്രമാത്രം റവന്യൂ ജനറേഷൻ കിട്ടാൻ സാധ്യത, അതിൻ്റെ സെർട്ടനിറ്റി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ അനലൈസ് ചെയ്ത് കാണിക്കണം. ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുന്നു, ഇൻക്ലൂഡിങ് ബിസിനസ് മോഡൽ. സോ ആഫ്റ്റർ പ്രിപ്പയറിങ് എ ബിസിനസ് മോഡൽ, അത് കൺസ്ട്രക്ട് ചെയ്ത ശേഷം ദെൻ ഒരു ലെൻഡർ ബാങ്കിനെ തിരഞ്ഞെടുക്കുകയും ആ ലെൻഡർ ബാങ്കിലേക്ക് ഈ ആപ്ലിക്കേഷൻ ടെൻഡർ ചെയ്യുകയും ചെയ്യും. ക്ലിയർ? അങ്ങനെ ബാങ്കിലേക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നു, ബാങ്ക് വിൽ ചെക്ക് ആൻഡ് വെരിഫൈ ദി ആപ്ലിക്കേഷൻ അലോങ് വിത്ത് ദ ബിസിനസ് മോഡലൊക്കെ നോക്കി ആപ്ലിക്കേഷനൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്ത് അവർക്ക് നൽകാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, വയബിൾ ആണ്, പ്രോഫിറ്റബിൾ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാരണ്ടി പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് CGT MSC ട്രസ്റ്റിലേക്ക്, ഫണ്ട് ട്രസ്റ്റിലേക്ക് അയക്കുന്നു. CGT MSC ട്രസ്റ്റ് എന്ത് ചെയ്യുന്നു, അത് മുഴുവൻ അവർ വെരിഫൈ ചെയ്ത ശേഷം ബിസിനസ് മോഡലും എല്ലാം ഓക്കെ ആണെങ്കിൽ അവർ അതിൻ്റെ അപ്രൂവൽ നൽകുന്നു, ബാങ്കിനോട് ഫണ്ട് സാങ്ഷൻ ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ക്ലിയർ? ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് CGT MSC വഴി ലോണുകൾ ലഭ്യമാവുന്നത്. നിങ്ങളിപ്പം കാണുന്നത് CGT MSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതിൽ CGT MSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ URL എന്ന് പറഞ്ഞാൽ cgtmsc.in. ക്ലിയർ? അപ്പോൾ വെബ്സൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത് URL സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കിട്ടും. ഇതിൽ പ്രധാനമായിട്ടുള്ള കണ്ടൻറ് എന്ന് പറയുന്നത്
ഉഡാൻ ഇപ്പോൾ ഒരു റീസെൻ്റ്ലി കൊണ്ടുവന്നൊരു സ്കീമാണ്. ക്ലിയർ. CGTMSE വഴി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കീമാണ്. നേരത്തേക്കാണെങ്കിൽ അത് ഓഫ്ലൈനായിട്ട് പേപ്പറൊക്കെ അയച്ചു കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അതിനെ മാറ്റി ഇപ്പോൾ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ളത് എന്ത് ചെയ്തു? ദേ ഹാവ് സെറ്റപ്പ് എ ഓൺലൈൻ ഫെസിലിറ്റി ഫോർ രജിസ്ട്രേഷൻ. ക്ലിയർ. അപ്പോൾ അതിന് ഉഡാൻ എന്നാണ് പറയുന്നത്. ഓക്കെ. സോ അതിൻ്റെ സിമ്പിളായിട്ട് ഇപ്പോൾ CGTMSEയുടെ സിമ്പിളായിട്ട് അത് കളർഫുൾ ആയിട്ടുള്ള ബേർഡ്, ഫ്ലൈയിങ് ബേർഡായാണ് കാണിക്കുന്നത്. ക്ലിയർ. അപ്പോൾ ഇതെന്തിനാണ് സിമ്പിളൈസ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും അല്ലേ? സോ ഇറ്റ് പ്രൊവൈഡ്സ്, ദിസ് സ്കീം പ്രൊവൈഡ്സ് വിങ്സ് ടു ദി ഓണ്ടർപ്രന്യൂറൽ ഐഡിയ, ക്ലിയർ, ടു മെറ്റീരിയലൈസ് ഇൻ ടു എ ബിസിനസ് യൂണിറ്റ്. കാരണം നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇല്ലാതെ വരുമ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു? വെറുതെ വെക്കുന്നൊരു അവസ്ഥയുണ്ടാവും. അത് മാറ്റി നമ്മുടെ ഡ്രീംസിന്, അല്ലെങ്കിൽ ഓണ്ടർപ്രനേഴ്സിൻ്റെ ഡ്രീംസിന്, ക്ലിയർ, ചിറകുകൾ നൽകുന്ന, വിങ്സ് നൽകുന്ന ഒരു സ്കീം ആയതുകൊണ്ട് തന്നെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഫ്ലൈയിങ് ബേർഡാണ് സിമ്പിളായിട്ട് ലോഗോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ സ്കീമിൻ്റെ പ്രത്യേകത നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ക്ലിയർ. എന്താണ്? ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫോർ ആസ്പിറേഷൻസ് ഓഫ് ന്യൂ ഇന്ത്യ. ക്ലിയർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഹൈലൈറ്റ്സ് അവിടെ കൊടുക്കുന്നു. പ്രൊവൈഡിങ് ഗ്യാരണ്ടി ഫോർ ദി ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ദാറ്റ് do not have a collateral security and third party guarantee and have a potential collateral security cover. ഇപ്പോൾ നേരത്തേക്കാണെങ്കിൽ കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാത്ത കേസസിൽ, പക്ഷേ ഇപ്പോൾ രണ്ടും കൂടെ ഒരു ഹൈബ്രിഡ് ആയിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കുകയാണെങ്കിൽ കൊളാറ്ററൽ സെക്യൂരിറ്റി കൊണ്ട് കവർ ചെയ്യാൻ പറ്റാത്ത പോർഷൻ ഉണ്ടോ, അതിന് ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നു. ക്ലിയർ. സോ ഫോർ എക്സാമ്പിൾ 100 lakhs rupees ലോൺ എടുക്കണം. 100 ലക്ഷം രൂപയുടെ ലോണാണെന്ന് വിചാരിക്കുക. അതിൽ 50 ലക്ഷം രൂപയുടെ ലോണ് അല്ലെങ്കിൽ 60 ലക്ഷം രൂപയുടെ ലോണിന് കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ 40 ലക്ഷം രൂപയ്ക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ല. അതിന് മാത്രം എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കും. അപ്പോൾ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. The micro and small enterprises are eligible for this scheme. Manufacturing and services clear up to 2 crore and retail trade up to 1 crore. ക്ലിയർ. അപ്പോൾ അതിൻ്റെ റീറ്റെയിൽ ട്രേഡ് കൂടെ നേരത്തെ ഇത് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അതുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ക്ലിയർ. Then 75% of the loan limit, clear, not covered by collateral security and guaranteed up to 50% in case of retail trade. Retail trade ആണെങ്കിൽ 50%, മറ്റുള്ള മാനുഫാക്ചറിങ് ആണെങ്കിൽ 75% ഓഫ് ദി ലോൺ. അതാണ് ഇതുവഴി ഒരു അസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്നത്. ക്ലിയർ. ഈ ഫണ്ടിൻ്റെ ഇൻട്രഡക്ഷൻ, അതുപോലെ തന്നെ ക്വിക്ക് ലിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ഇതിന് ഈ സ്കീം അനുസരിച്ചിട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി 2 തരത്തിലുള്ള സ്കീമായിട്ടാണ് പറയണത്. ക്ലിയർ. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ ബാങ്ക്, അതിന് CGS1 എന്ന് പറയുന്നു. ദെൻ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും ഇത്തരത്തിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്നത്. അതിന് CGS2 എന്നാണ് പറയുക. ഇതിന് പുറമേ തന്നെ PM, പ്രധാനമന്ത്രി സ്വാനിധി ക്ലിയർ, അങ്ങനെ ഒരു സ്കീം കൂടെ ഉണ്ട്. അതൊരു സെപ്പറേറ്റ് ആയിട്ട് സ്കീമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സബോർഡിനേറ്റ് ഡെപ്റ്റ്, ക്ലിയർ, സ്കീംസ് വേറെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ക്ലിയർ. So 2019-20 അനുസരിച്ച് ടോട്ടൽ നമ്പർ ഓഫ് 8.4 lakhs guarantees have been approved. ക്ലിയർ. ഒരു ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ. 8.47 ലക്ഷം ഗ്യാരണ്ടി, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഇത് നൽകിയിട്ടുണ്ട്. ഓക്കെ. So total cover, clear, as on 31st March 2020, clear, a total of over 43 lakh accounts have been accorded guarantee approval. ഏകദേശം ഇതുവരെയുള്ള 2000 തുടങ്ങി ഇതുവരെയുള്ള അതിനനുസരിച്ച് 43 lakhs-ഓളം ആളുകൾക്ക് അല്ലെങ്കിൽ യൂണിറ്റുകൾക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ക്ലിയർ. അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നമുക്ക് അറിയാൻ പറ്റും. എലിജിബിലിറ്റി എന്താണ്? ഓക്കെ. സോ മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡിംഗ് റീറ്റെയിൽ ട്രേഡ് ആർ അലൗഡ് നൗ. ദെൻ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, SHG, അഗ്രികൾച്ചർ ആർ ഇൻഎലിജിബിൾ ടു കവറേജ്. ക്ലിയർ. ഇപ്പോൾ എക്സ്ക്ലൂഷൻ ലിമിറ്റ് നമ്മൾ നേരത്തെ PDF നോക്കിയിരുന്നു അല്ലേ? അപ്പോൾ അതിൽ റീറ്റെയിൽ ട്രേഡ് കൂടെ ഉണ്ടായിരുന്നു, അതിനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അഗ്രികൾച്ചറൽ, ഇതിനൊക്കെ വേറെ സ്കീംസ് ഉള്ളതുകൊണ്ട് ഇതിനെയൊക്കെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്കീമിൽ നിന്നും. ക്ലിയർ. ദെൻ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിനാണ് കിട്ടുന്നത്. ഇതിൻ്റെ കവറേജിൻ്റെ എമൗണ്ട് 200 lakh ആയിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ പഴയ സ്കീം അനുസരിച്ചിട്ട് ഇത് വൺ ടൈം ആയിട്ട് 200 lakhs ആണ്. ക്ലിയർ. പരമാവധി 200 ലക്ഷം രൂപ വരെ വൺ ടൈം അസിസ്റ്റൻസ് ആണ് കൊടുത്തത്. ഇപ്പോൾ അങ്ങനെ അത് മാറ്റിയിട്ട്
ക്ലിയർ. ഔട്ട്സ്റ്റാൻഡിങ് പരമാവധി 200 ലക്ഷം രൂപ വരെ ഔട്ട്സ്റ്റാൻഡിങ് വരുന്ന തരത്തിൽ വരുന്നു. ക്ലിയർ. അപ്പോൾ 1 ടൈം അല്ല, കൂടുതൽ ടൈംസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് മാറിയിട്ടുണ്ട്. ക്ലിയർ. സോ കവേർഡ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ബേസിസ് ആക്കി ഇത് മാറ്റിയിട്ടുണ്ട്. RRBs ആൻഡ് സെലക്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അപ് ടു 50 lakh ഈസ് എലിജിബിൾ. റീജിയണൽ റൂറൽ ബാങ്ക് എന്നൊക്കെ ആണെങ്കിൽ 50 ലക്ഷം രൂപ വരെയാണ് അതിന് എലിജിബിലിറ്റി ഉള്ളത്. ക്ലിയർ. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് RBIയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പറയുന്ന റേറ്റ് മാത്രമേ ഈ സ്കീം അനുസരിച്ച് ബാങ്കുകൾക്ക് ചാർജ് ചെയ്യാൻ പറ്റൂ. ക്ലിയർ. കൺസെഷണൽ റേറ്റ് ആണെന്ന് അർത്ഥം. സോ മോർ ദാൻ 100 ക്ലിയർ 133 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വെബ്സൈറ്റിലുള്ള ഡാറ്റ അനുസരിച്ച് 100-ലധികം 100-ലധികം വരുന്ന മെമ്പർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ. അതിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഫോറിൻ ബാങ്ക്, ക്ലിയർ, SFBs, SUCBs, ക്ലിയർ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർ. 75% to 85% കവറേജ് ആണുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ചില കേസസിൽ 50% കവറേജ് മാത്രമേ കൊടുക്കാറുള്ളൂ. ക്ലിയർ. then ഓപ്പറേഷൻ ഹൈലൈറ്റ്സ് അല്ലേ, നേരത്തെ 2019 സ്ട്രാറ്റജിക്സ് നമ്മൾ നേരത്തെ നോക്കിയത്. ഇപ്പോഴത്തെ 2020 ഫിനാൻഷ്യൽ ഇയറിലെ 2020 ഡാറ്റ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 45,851 crore ഗ്യാരണ്ടി ഈ വർഷം കറണ്ട് ഇയറിൽ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. 52% ആണ് അതിൻ്റെ ഗ്രോത്ത് റേറ്റ്. ക്ലിയർ. then significant growth in the new products. Clear. Retail hybrid 16,130 crore പുതിയ ലോണുകളാണ് അല്ലെങ്കിൽ പുതിയ ക്രെഡിറ്റ് ഗ്യാരണ്ടി അപ്രൂവൽസ് ആണ് നൽകിയിരിക്കുന്നത് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി. ഓക്കെ. 2020 മാത്രം 23 ന്യൂ രജിസ്റ്റേർഡ് NBFCs. ക്ലിയർ. അതിലൂടെ 17,349 കോടിയുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ സ്കീംസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെബ്സൈറ്റ് URL എടുത്തത്. ക്ലിയർ. ഇതിൽ തന്നെ നിങ്ങൾ ലിങ്ക് മെനു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അബൌട്ട് അസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ദി സ്കീം. ക്ലിയർ. CGTMSEയെ കുറിച്ചുള്ള സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്ലിയർ. എന്താണ് ഈ സ്കീം, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ നിന്ന് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാവും. അപ്പോൾ ഒഴിവുള്ള സമയത്ത് അത് നോക്കുക കേട്ടോ. സോ ദിസ് ഈസ് ദി അബൌട്ട് CGTMSE. ക്ലിയർ. CGTMSEയുടെ ലോഗോ ആണ് ആദ്യം കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ തന്നെ വെബ്സൈറ്റിലുണ്ട്. ക്ലിയർ. സോ എ ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി ഓഫ് CGTMSE ഹാസ് ബീൻ ക്ലിയർ ബിഗൻ വിത്ത് ദ ചേഞ്ച് ഇൻ ദ ലോഗോ. നേരത്തെയുള്ള ലോഗോ മാറ്റി പുതിയൊരു ലോഗോ ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. എ കളർഫുൾ ഫ്ലൈയിങ് bird depicts the giving wings to the entrepreneurial seal of millions of youth. Clear. Of this great country who having bankable business ideas but lack of collateral security. Collateral security ഇല്ല, പക്ഷേ നല്ലൊരു വർത്തിയായിട്ടുള്ളൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ അല്ലേ ഒരു വിങ്സ് നൽകുന്ന ക്ലിയർ ഒരു സ്കീം ആയതുകൊണ്ടാണ് ഇതിന് കളർഫുൾ ഫ്ലൈയിങ് ബേർഡ് എൻ്റെ ലോഗോ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ. ദെൻ ഒബ്ജക്റ്റീവ്സിന് കൊടുത്തിട്ടുണ്ട്. So availability of bank credits without any hassles of collaterals and third party guarantee. Clear. Third party guarantee or collaterals ഇല്ലാതെ തന്നെ ലോൺ കിട്ടുന്നതിന് വേണ്ടിയുള്ള സ്കീമായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ. മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിനാണ് ഇതിൻ്റെ എലിജിബിലിറ്റി വരിക. ക്രെഡിറ്റ് ഗ്യാരണ്ടിയാണ് നൽകുന്നത്. ഓക്കെ. ബാങ്കുകളിലൂടെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയും NBFCസിലൂടെയാണ് ലോണുകൾ നൽകുന്നത്. ഓക്കെ. ഒരു ഹൈബ്രിഡ് സെക്യൂരിറ്റി പ്രോഡക്റ്റ് അതും നൽകുന്നുണ്ട് ഇപ്പം. അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊളാറ്ററൽ സെക്യൂരിറ്റി കൊണ്ട് കവർ ചെയ്യാൻ പറ്റാത്ത പോർഷൻസ് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ. ക്രെഡിറ്റ് ഗ്യാരണ്ടിയുടെ എമൗണ്ട് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. 200 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്കാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ക്ലിയർ. സോ മാക്സിമം ക്രെഡിറ്റ് ക്യാപ്പ് ഓഫ് ₹200 lakhs are eligible to be covered recently. Clear. അപ്പോൾ സ്മോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്കും അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അല്ലേ, അതിനെല്ലാം ഇത് അപ്ലിക്കബിൾ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. 50%, 75%, 80%, 85% ഇങ്ങനെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലാബുകളിലാണ് ഇതിന് കൊടുക്കുന്നത്. ക്ലിയർ.
5 lakh to 5 ലക്ഷം രൂപ മുതൽ 200 ലക്ഷം രൂപ വരെയുള്ളതിനൊക്കെ കൊടുക്കുന്നത്. അത് മൈക്രോ എൻ്റർപ്രൈസസ് ആകുമ്പോൾ 5 lakh to ക്ലിയർ ആ രീതിയിലാണ് വരിക. നമുക്ക് 85% കവറേജ് കിട്ടും. ഇതിൻ്റെ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ക്ലിയർ. അപ്പോൾ അവർ നൽകുന്ന കാറ്റഗറി ഓഫ് ലോൺസ് എൻ്റർപ്രൈസസും മാക്സിമം എക്സ്റ്റെൻഡ് ഓഫ് ഗ്യാരണ്ടി ക്ലിയർ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 ലക്ഷം രൂപ വരെ മൈക്രോ എൻ്റർപ്രൈസസ് ആണെങ്കിൽ 5 ലക്ഷം രൂപ വരെ 85% കവറേജ് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇത് എടുക്കുന്ന സമയത്ത് എത്രയാണ് വരിക? സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 4.25 lakhs rupees ആണ് വരിക. ക്ലിയർ. 5 lakhൻ്റെ 85% എന്നുള്ള നിലയിൽ എടുക്കുമ്പോൾ. ക്ലിയർ. ഇനി മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ കേസിൽ തന്നെ 5 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ് നൽകുന്നതെങ്കിൽ അത് 75% ആണ് അതിൻ്റെ പരമാവധി ലോൺ അല്ലേ. അതിൻ്റെ പരമാവധി വരുന്ന സമയത്ത് 50 ലക്ഷം രൂപയുടെ 75% എടുക്കുമ്പോൾ 37.5 ലക്ഷം രൂപ വരും. ക്ലിയർ. അതാണ് പരമാവധി ഗ്യാരണ്ടി ആയിട്ട് നൽകുക. ഓക്കെ. ഇനി 50 ലക്ഷത്തിൽ കൂടുതലാണ് വരുന്നതെങ്കിൽ 75% ക്ലിയർ തന്നെയാണ് നൽകുന്നത്. സബ്ജക്റ്റ് ടു എ മാക്സിമം 150 lakh rupees അതുവരെ നൽകും. ക്ലിയർ. പ്രധാനമായിട്ട് ഇത് സ്മോൾ എൻ്റർപ്രൈസസിനാണ് അപ്ലിക്കബിൾ. ദെൻ വുമൺ എൻ്റർപ്രൈനേഴ്സോ അതുപോലെ തന്നെ യൂണിറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ നോർത്ത് ഈസ്റ്റ് region including Sikkim, clear, and other than credit facilities up to 5 lakh to micro enterprises. മൈക്രോ എൻ്റർപ്രൈസസിൽ തന്നെ വുമൺ എൻ്റർപ്രൈനേഴ്സ് ഒക്കെ ആണെങ്കിൽ 80% കൊടുക്കുന്നു. ക്ലിയർ. അപ്പോൾ അവിടെ 50 ലക്ഷം രൂപ വരെയുള്ള കേസസ് ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ 80% എന്ന് പറയുമ്പോൾ 40 lakh rupee വരും. 40 ലക്ഷം രൂപ വരെ നൽകുന്നു. ക്ലിയർ. ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്നു. Then all other categories of entrepreneurs ആണ് 75%. ക്ലിയർ. 50 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്കാണെങ്കിൽ 75% വരെ അവർ ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകും. അപ്പോൾ അതിൻ്റെ 50ൻ്റെ 75% എടുക്കുമ്പോൾ 37.5 ക്ലിയർ ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്നു. ദെൻ ആക്ടിവിറ്റി ക്ലിയർ ഫ്രം 10 lakhs to 100 lakhs വരെ. MSC റീറ്റെയിൽ ട്രേഡിൽ വരുന്ന സമയത്ത് അത് 50% ക്ലിയർ പരമാവധി 50 ലക്ഷം രൂപയുടെ മാക്സിമം 50 ലക്ഷം രൂപ വരെയുള്ള രീതിയിൽ 50% ഓഫ് അസിസ്റ്റൻസ് നൽകുന്നു. ഓക്കെ. 100 ലക്ഷം രൂപയാണ് മാക്സിമം ക്യാപ്പ്. അപ്പോൾ 50 ലക്ഷം രൂപ അതിൻ്റെ 50% വരെ നൽകും. ക്ലിയർ. ഇത് കൂടുതൽ ലോണൊക്കെ എടുക്കുന്ന കേസസ് ആണെങ്കിൽ 200 ക്ലിയർ 200 lakhs rupees വരെയുള്ള ലോണുകളൊക്കെ ആണെങ്കിൽ അവിടെ അതിൻ്റെ 75%, അപ്പോൾ 150 lakh rupees അതുവരേക്കാണ് പരമാവധി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതിങ്ങനെ ഒരു സ്ലാബായിട്ട് ടേബിളായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ എളുപ്പമായിരിക്കും. വെബ്സൈറ്റ് സന്ദർശിച്ച് നോക്കുക കേട്ടോ.